ഹേയ് ഗായ്സ്, WWE ഓരോ സമയത്തും ഒരു ബിഗസ്റ്റ് സ്റ്റോറി ലൈൻ നടക്കുന്നുണ്ടായിരിക്കും. WWE സ്മാക്ഡൗണിൽ ഇപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ. അതായത് ഓരോ ആഴ്ചയിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറികൾ കൊണ്ടുവന്ന് ആ ഒരു സ്റ്റോറി ലൈനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. പണ്ട് മുതലേ തന്നെ റോമൻ റെയിൻസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. എന്നാൽ റോമൻ റെയിൻസ് പോയതിനു ശേഷം ആ ഒരു സ്റ്റോറി വളരെയധികം മോശമായ രീതിയിൽ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് സോളോ സിക്കോയ്ക്ക് ആ ഒരു ടീമിനെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് ആഴ്ചകളായിട്ട് സോളോ സിക്കോവ വളരെ കിടിലനായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റോ എപ്പിസോഡിന്റെയും സ്മാക്ഡൗൺ എപ്പിസോഡിന്റെയും റിവ്യൂകൾ ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള സ്റ്റോറികൾ ഒരാഴ്ചയിൽ എന്തായി ഈ സ്റ്റോറിയുടെ ബാക്കി കഥ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറി സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നുള്ളത്. നിങ്ങൾക്ക് ഇനി മുതൽ സ്മാക്ഡൗണും റോയും കണ്ടിട്ടില്ലെങ്കിലും ബ്ലഡ് ലൈനിന്റെ സ്റ്റോറി അറിയണമെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. എല്ലാ വീക്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഇതുവരെയുള്ള ചെറുതായിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് റസൽമേനിയ 40 കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിനെ എവിടെയും കണ്ടിട്ടില്ല. പോൾ ഹെയ്മാനും സോളോ സിക്കോവയും ജിമ്മി ഉസോയും കൂടിയായിരുന്നു റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അതിൽ സോളോ സിക്കോവ ജിമ്മി ഉസോയെ അറ്റാക്ക് ചെയ്യുന്നതും ഇത് ട്രൈബൽ ചീഫ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യവും സോളോ സിക്കോവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം സോളോ സിക്കോവ അദ്ദേഹത്തിന്റെ മാച്ചുകളിലേക്ക് രണ്ടുപേരെ കൊണ്ടുവരികയുണ്ടായി, തമാ തൊങ്ക ആൻഡ് തങ്കലോവ. ഇവർ രണ്ടുപേരും കൂടി വന്നുകൊണ്ട് സോളോ സിക്കോവ പുതിയൊരു ടീമെല്ലാം തന്നെ അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞതോടെ ജേക്കബ് ഫാറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ കൂടി ഈ ഒരു ടീമിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷമുള്ള സ്റ്റോറിയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്ലഡ് ലൈനിന്റെ ഓരോ വീക്കിലെയും സ്റ്റോറികൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞാൻ പറയാൻ റെഡിയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ചിട്ടായിരുന്നു. ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലഡ് ലൈൻ ടീമിനെയായിരുന്നു. ബ്ലഡ് ലൈൻ ടീം ഒരു SUV-യിൽ വന്നിറങ്ങുന്നു. ജേക്കബ് ഫാറ്റുവിനെ കാണാനില്ല. തമ തൊങ്ക, സോളോ സിക്കോവ, തങ്കലോവ ഇവർ മൂന്നുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ പോൾ ഹെയ്മാൻ ചോദിക്കുകയുണ്ടായി, എവിടെ ജേക്കബ് ഫാറ്റു? അപ്പോൾ സോളോ ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് എന്നീ 3 പേർ ഓടി വരുന്നതും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റും നമുക്ക് കാണാൻ സാധിച്ചു. കെവിൻ ഓവൻസ് തങ്കലോവയെ കൊണ്ട് ഒരു ടേബിളിൽ കിടത്തി മുകളിൽ നിന്നും ഒരു സ്വാൻടൺ ബോംബ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ബ്ലഡ് ലൈനിനെ ഇവർ 3 പേരും കൂടി അറ്റാക്ക് ചെയ്യുന്നത് കണ്ടതോടുകൂടി നിക്ക് ആൽഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മാക്ഡൗൺ ജനറൽ മാനേജർ അവിടേക്ക് വരികയും അദ്ദേഹം വന്നുകൊണ്ട് ഈ ഫൈറ്റ് ഇപ്പോൾ തന്നെ നിർത്തണമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റിക്കാരെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ എന്നാൽ ഈ സെക്യൂരിറ്റിക്കാരെ എല്ലാവരെയും എടുത്ത് അലക്കുന്ന കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ആൻഡ് റാൻഡി ഓർട്ടോണെയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് കോഡി റോഡ്സ് മൈക്ക് എടുത്തുകൊണ്ട് പറയുകയുണ്ടായി തങ്ങൾക്ക് ആ ഒരു ബ്ലഡ് ലൈനെതിരെയുള്ള എല്ലാ കണക്കുകളും തീർക്കണമെന്ന്. പിന്നീട് നിക്ക് ആൽഡിസ് പോലീസുകാരെ കൊണ്ടുവരികയുണ്ടായി. അതോടുകൂടി കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് എന്നിവരെല്ലാവരും കൂടി റിംഗിൽ നിന്നും പോവുകയുണ്ടായി. അങ്ങനെ ഇവരെ 3 പേരെയും WWE സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്നും പറഞ്ഞയച്ചു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നിക്ക് ആൽഡിസ് പറയുന്നത് കാണിച്ചു, ബ്ലഡ് ലൈൻ ടീമിന് ഒരു അക്നോളജ്മെന്റ് സെറിമണി ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് താൻ എന്തായാലും കൊടുക്കുമെന്നുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോൾ ഹെയ്മാനെയും സോളോ സിക്കോവയെയും കാണിക്കുകയുണ്ടായി. അതിൽ സോളോ പറയുകയുണ്ടായി, പോൾ ഹെയ്മാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഡ്വൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഫാറ്റു വളരെയധികം ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് പോൾ ഹെയ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസിഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ജേക്കബ് ഫാറ്റുവിനെ ഇന്ന് വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു ബ്ലഡ് ലൈൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ജേക്കബ് ഫാറ്റുവിനെ കുറിച്ച് സോളോ പറഞ്ഞത്. അങ്ങനെ സ്മാക്ഡൗണിന്റെ മെയിൻ ഇവന്റായി ബ്ലഡ് ലൈൻ ടീം അവിടേക്ക് വരികയുണ്ടായി. അക്നോളജ്മെന്റ് സെറിമണിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി റിംഗിലേക്ക് എത്തിയപ്പോഴേക്കും സോളോയെ ഹെയ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോളോ അവിടെ നിർത്തിയെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് തന്റെ എൻഫോഴ്സറായിട്ട് ജേക്കബ് ഫാറ്റ് വരികയാണ് എന്നുള്ളതും ജേക്കബ് ഫാറ്റുവിന് നല്ലൊരു എൻട്രൻസും കൊടുക്കുകയുണ്ടായി. അപ്പോൾ പോൾ ഹെയ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് ബ്ലഡ് ലൈനിലെ ഓരോ മെമ്പേഴ്സിനോടും തന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളോ പറയുകയുണ്ടായി. തമ തൊങ്ക, തങ്കലോവ, ജേക്കബ് ഫാറ്റു ഇവർ 3 പേരും സോളോയെ അക്നോളജ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പോൾ ഹെയ്മാന്റെ ചാൻസ് ആയിരുന്നു. റോമൻ റെയിൻസിന്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്ന അതുപോലെയുള്ളൊരു മാല കൊടുത്ത് പോൾ ഹെയ്മാനോട് അക്നോളജ് ചെയ്ത് എന്റെ ട്രൈബൽ ചീഫാക്കി മാറ്റിക്കൊണ്ട് കഴുത്തിലേക്ക് മാലയണിയിക്കാൻ വേണ്ടി സോളോ പറയുകയുണ്ടായി. പോൾ ഹെയ്മാൻ കരഞ്ഞ് നിലവിളിച്ചു. എന്നിട്ട് പോൾ ഹെയ്മാൻ മൈക്ക് എടുത്തുകൊണ്ട് ആ മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഞാൻ അക്നോളജ് ചെയ്യുന്നു, നിങ്ങളല്ല എൻ്റെ ട്രൈബൽ ചീഫ് എന്നുള്ളത് ഞാൻ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പോൾ ഹെയ്മാൻ അവിടെ നിന്നും പറഞ്ഞത്. ഫാൻസിന്റെ ഭാഗത്തുനിന്നും ഒരു രക്ഷയുമില്ലാത്ത പോപ്പ് തന്നെയായിരുന്നു. ഫാൻസിന്റെ ഭാഗത്തുനിന്നും ചിയർ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി അരിശം പൂണ്ടിട്ടുണ്ടായിരുന്ന സോളോ സിക്കോവ പോൾ ഹെയ്മാനെ ഒരു സമോവൻ സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ജേക്കബ് ഫാറ്റു റിംഗ് റോപ്പിന്റെ മുകളിൽ നിന്നും ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു ഡൈവ് ചെയ്യുന്നതും തമ തൊങ്ക ആൻഡ് തങ്കലോവ ഇവർ 2 പേരും കൂടി പോൾ ഹെയ്മാനെ വലിച്ചിഴച്ച് നമ്മുടെ അനൗൺസർ ടേബിളിന്റെ അവിടേക്ക്
അവിടേക്ക് കൊണ്ടുപോകുന്നതും അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് ജേക്കബ് ഫാറ്റു ആ ഒരു മാലയെടുത്തുകൊണ്ട് സോളോ സിക്കോവയുടെ കഴുത്തിലേക്ക് അണിയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയായിരുന്നു കഴിഞ്ഞ സ്മാക്ക് ഡൗൺ അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ കിഡിലനായിട്ടുള്ള ഷോ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വീക്ക് 2 ആയിട്ട് ഞാൻ വരുന്നതാണ്. അടുത്ത ആഴ്ച എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.